ഹരിതചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ലക്ഷദ്വീപിന്റെ കടലിനടിയിൽ നിശബ്ദമായി വളരുന്ന ഒരു പച്ച ലോകമുണ്ട്. പലരും കടൽപ്പായൽ എന്ന് തെറ്റിദ്ധരിക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ പൂക്കളുള്ള സസ്യവിഭാഗത്തിൽപ്പെടുന്ന സീഗ്രാസ് അഥവാ കടൽപ്പുല്ലുകൾ കടലിലെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിലും കടലാമകൾക്കും ഭക്ഷണവും ആവാസ വ്യവസ്ഥയും ഒരുക്കുന്നതിലും സീഗ്രാസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബൺ ആഗിരണം ചെയ്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഈ കടൽപ്പുല്ലുകൾ സഹായിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ ലക്ഷദ്വീപ് കടലുകളിൽ കാണപ്പെടുന്ന സീഗ്രാസുകളുടെ പ്രത്യേകതകൾ, അവയുടെ പ്രാധാന്യം, അവ നേരിടുന്ന വെല്ലുവിളികൾ, അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചും നമുക്ക് വിശദമായ വിവരങ്ങൾ നൽകാൻ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എൻ്റെ പേര് ഹബീബ് റഹ്മാൻ പി എ. റിസർച്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന റീജിയണൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ റിസർച്ച് ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സീഗ്രാസ് അഥവാ കടൽപ്പുല്ലുകളെ കുറിച്ചാണ്. ഇതിൽ ഒരു റീജിയണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ നമ്മൾ ലക്ഷദ്വീപിൽ നടത്തി വരുന്ന ഗവേഷണവും അതിൻ്റെ കണ്ടെത്തലുകളും പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് നമ്മൾ ലക്ഷദ്വീപിൽ നേരിടുന്നത്, പിന്നെ സീഗ്രാസ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. സീഗ്രാസ് എന്ന് പറയുന്ന കടൽപ്പുല്ലുകൾ എന്താണെന്നും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്താണെന്ന് പറയാമോ? ഭൂമിയിലെ ഏറ്റവും പ്രാധാന്യമേറിയതും ജൈവ വൈവിധ്യമാൽ സമ്പന്നവുമായ ഒരു ആവാസ വ്യവസ്ഥകളിലൊന്നാണ് ഈ കടൽപ്പുല്ലുകൾ. തീരദേശ ജലാശയങ്ങളിൽ നിന്ന് ഏകദേശം 1 മുതൽ 10 മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ നമുക്ക് കാണപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഫ്ലവറിംഗ് പ്ലാന്റുകളാണിവ. യഥാർത്ഥ സസ്യങ്ങളെ പോലെ തന്നെ വേരുകൾ, തണ്ടുകൾ, ഇലകൾ എന്നിവ ഇവയിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ സവിശേഷതകൾ തന്നെയാണ് കടൽപ്പായലുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തമായി കാണിക്കുന്നതും. സമുദ്രാടിത്തട്ടിൽ ഏകദേശം 0.1% മാത്രമേ ഇവ കാണപ്പെടുന്നുള്ളൂ എങ്കിലും അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ കടൽപ്പുല്ലുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 16ഓളം വ്യത്യസ്ത ഇനം കടൽപ്പുല്ലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ലക്ഷദ്വീപ്, നമ്മുടെ ഈ പവിയ ദ്വീപിൽ കാര്യം എടുത്തു നോക്കിയാൽ 2017 ഒരു പഠനപ്രകാരം 2 പ്രധാന സസ്യകുടുംബങ്ങളിൽ നിന്നായി 10ഓളം വ്യത്യസ്ത ഇനം കടൽപ്പുല്ലുകൾ ഇവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകവ്യാപകമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് ഓരോ വർഷവും ഏകദേശം 7% കടൽപ്പുൽമേടുകൾ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവെന്നാണ്. കൂടാതെ 21 മുതൽ 24% വരെ കടൽപ്പുല്ലുകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നു. നമ്മുടെ ഈ കൊച്ചു പവിയ ദ്വീപിൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, 90%ഓളം കടൽപ്പുൽമേടുകൾ കൽപ്പേനി, അഗത്തി, കവരത്തി, കടമത്തി എന്നീ ദ്വീപുകളിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ദ്വീപിലെ പവിയപ്പുറ്റുകളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യവർഗമാണ് ഈ കടൽപ്പുല്ലുകൾ. സമുദ്രത്തിൻ്റെ കലവറ എന്നോണം ഇലകൾ മുതൽ വേരുകൾ വരെ ചെറു മത്സ്യങ്ങൾക്കും ഇൻവെർട്ടിബേറ്റ്സ് അഥവാ അകശേരുക്കൾക്കും ആവാസ വ്യവസ്ഥയായി ഇവ വർത്തിക്കുന്നു. ഒരു ഹെക്ടർ കടൽപ്പുൽമേട്ടിൽ ഏകദേശം 80,000-ഓളം അധികം മത്സ്യങ്ങളെയും 100 ദശലക്ഷം ചെറിയ ഇൻവെർട്ടിബേറ്റ്സുകളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതുകൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന കടൽക്കുതിര, അതായത് സീഹോസ്, പൈപ്പ് ഫിഷ്, ഡുഗോങ്, കടലാമ തുടങ്ങിയ മെഗാഫോണ എന്നീ ജീവജാലങ്ങളുടെ നിർണായക ആവാസ വ്യവസ്ഥ കൂടിയാണിത്. ലോകത്തിലെ 20% വരുന്ന വാണിജ്യ മത്സ്യങ്ങളുടെ ജീവിത ചക്രത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ള ഇവയുടെ സ്വാധീനം തന്നെയാണ് കടൽപ്പുല്ലുമേലുകളുടെ ഉൽപ്പാദനക്ഷമതയെയും പൂർണ്ണമായും മത്സ്യബന്ധനം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മൾ ഐലൻഡേഴ്സിന് എത്രത്തോളം പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി
ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എത്രത്തോളം നമ്മുടെ ദ്വീപിലെ ജനങ്ങൾക്ക് സീഗ്രാസ് ഇമ്പോർട്ടൻസ് ആണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സർവേ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ആളുകളുടെ ഇടയിൽ. അതിനുവേണ്ടി പ്രായമായിട്ടുള്ള 60 മുതൽ 85 വയസ്സ് വരെയുള്ള ആളുകളെ അതിനുവേണ്ടി സെലക്ട് ചെയ്യുകയും അവരുമായി നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കടൽ പുല്ലുമേടുകൾ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി കാണാൻ സാധിക്കുന്നുണ്ട്. വേലിയിറക്ക സമയത്ത്, അതായത് നമ്മുടെ തനത് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫതത്ത്, നമ്മൾ കബഡികളും കല്ലുമ്മക്കായ എന്നിവ ശേഖരിക്കുന്നതിന് ദ്വീപിലെ സ്ത്രീകൾക്ക് ഒരു വിനോദം തന്നെയായിരുന്നു. കൂടാതെ ഇന്ന് നമുക്ക് കാണാൻ തന്നെ സാധിക്കില്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ. കാരണം ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പുൽമേടുകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും പണ്ട് കാലങ്ങളിൽ വലകൾ ഉപയോഗിച്ച് കളം മൂടാനും ശില്ലകൾ വിട്ട് മീൻ പിടിക്കാനും അങ്ങനെ തുടങ്ങിയ പരമ്പരാഗതമായ രീതികളിലെല്ലാം തന്നെ ഈ പുൽമേടുകളിൽ മീൻ പിടിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരി കടൽ പുല്ലുകളുടെ നാശം പണ്ട് മുതൽ തന്നെ നമുക്ക് വളരെയധികം കിട്ടിയിരുന്ന പല മത്സ്യങ്ങളുടെയും ലഭ്യത കുറവിന് കാരണമായിട്ടുണ്ട്. അതിൽ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ തനത് ഭാഷയിൽ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നാടൻ ഫുല്ലമെട്ടി എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങളും കൊക്കം, കോലാസ്, തളയം, കവരത്തി പോലുള്ള ദ്വീപുകളിൽ കറുത്തോനക്കുഞ്ഞി എന്നൊക്കെ പറയുന്ന പിന്നെ ഗോഡ് ഫിഷ്, മണക്കം എന്നീ മത്സ്യങ്ങളുടെ എല്ലാം ഗണ്യമായ കുറവിന് കാരണമായിട്ടുണ്ട്. ഏറെ ഒരു രസകരമായിട്ടുള്ള കാര്യം ഈ ആമപ്പുൽ, തലാഷ്യ ഹെംബ്രിച്ചി എന്ന് പറയുന്നതും പിന്നെ എൻഹാലസ് ആക്രോഡോയിസ് എന്ന് പറയുന്ന ഓലപ്പുൽ എന്നിവയൊക്കെ ഉപയോഗിച്ച് പ്രാചീന ലക്ഷദ്വീപുകാർ തലയണയും മറ്റും ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളിൽ വളരെയധികം കൗതുകം ഉളവാക്കിയിട്ടുണ്ട്. ഇനി ഇതിനു പുറമേ ഈ സീഗ്രാസിന്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നും എന്താണ് ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മുടെ ദ്വീപിലുണ്ടാകുന്ന ഗുണം, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഓക്സിജൻ ഉൽപ്പാദനത്തിൻ്റെ നിർണായക കേന്ദ്രം കൂടിയാണ് ഈ കടൽപ്പുല്ലുകൾ. ആഹാര ശൃംഖലയിലെ ഗണ്യമായ പങ്ക് ഇതിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. പിന്നെ കാർബൺ സംഭരണത്തിൻ്റെ ഉറവിടം, അഥവാ ഈ കടൽപ്പുല്ലുകളിലെ ഓരോ യൂണിറ്റ് ഏരിയയിലും അത് സംഭരിക്കുന്ന കാർബണിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനേക്കാൾ, അതായത് ഉഷ്ണമേഖല വനങ്ങളേക്കാൾ കൂടുതലും അത് ഏകദേശം ലോകത്തിലെ സമുദ്രജല കാർബണിൻ്റെ 18% വരുന്ന ഒരു ശേഖര സ്രോതസ്സുമാണ്. ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കഴിവും നമ്മുടെ അയലിനെ സംബന്ധിച്ചിടത്തോളം മണ്ണൊലിപ്പ് തടയാനായി ഇതിൻ്റെ വേരുകൾ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടി എടുത്ത് നോക്കിയാൽ കടൽപ്പുല്ല് സംരക്ഷിച്ചുകൊണ്ടുള്ള എക്കോ ടൂറിസവും എന്നിവയെല്ലാം തന്നെ കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക മേഖലകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമ്മുടെ ദ്വീപുകളിലെ കടൽപ്പുല്ലുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ദ്വീപുകളിലെ കടൽപ്പുല്ലുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്താൽ, സംരക്ഷിത ഇനത്തിൽപ്പെടുന്ന കടലാമകൾ, പ്രധാനമായും പച്ചക്കടലാമ, ഗ്രീൻ സീ ടേർട്ടിൽ, നമ്മുടെ തനത് ഭാഷയിൽ പറഞ്ഞാൽ മിരികം എന്ന് പറയുന്ന ഒരു മെഗാഫോണ, അവയുടെ ഒരു ഗണ്യമായ വർധനവ് മൂലം പുൽമേടുകളിൽ അമിതമായ മേച്ചിലിന്, അതായത് ഓവർ ഗ്രേസിങ്ങിന് കാരണമായിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ കണ്ടുവന്നത് 2010 ശേഷം ദേശാടനത്തിലൂടെ എത്തിച്ചേർന്ന ആമകളുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ വർധനവ് തന്നെയാണ് ഇത് പൂർണ്ണമായും ബാധിച്ചതായിട്ട് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ തീരദേശ വികസനവും ഡ്രഡ്ജിങ്, പിന്നെ പുൽമേടുകളിൽ നമ്മുടെ ആളുകൾ ഈ ആങ്കറിങ് പോയിൻറ്റുകളൊക്കെ സ്ഥാപിക്കുക, പിന്നെ ജലത്തിലെ ഭൗതിക രാസ ജൈവ സൂചകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും എന്നിവ കടൽപ്പുല്ലുകൾ നശിക്കുന്നതിനും അവയുടെ പുനരുജ്ജീവനം, അതായത് റീജനറേഷൻ വൈകുന്നതിനും പ്രധാനമായ വെല്ലുവിളികൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു കാരണം, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സൈനോ ബാക്ടീരിയ, അതായത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ സാന്നിധ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്ന ഏകകോശ ജീവികളായ ഇവ അപകടകാരികളാണ്. ഒരു പാട പോലെ പറ്റിപ്പിടിക്കുകയും കടൽപ്പുല്ലുകളിൽ പ്രകാശ സംശ്ലേഷണം തടയുകയും അവരുടെ വളർച്ച മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ സയനോടോക്സിനുകൾ ഇവ ഉൽപ്പാദിപ്പിച്ച് അതുമൂലം കടലിലെ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ പോഷകങ്ങളുടെയും ഓക്സിജൻ്റെയും ലഭ്യത കുറയുന്നതും വേരുകൾക്കും ഇലകൾക്കും ശ്വസനവും അസാധ്യമാക്കുന്നു. ഇതും ഒരു പരിധിവരെ നമ്മുടെ നാടുകളിൽ നിന്ന് കടൽപ്പുല്ലുകൾ നശിക്കാൻ കാരണമാകുന്നു. ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ റീഫ് നടത്തി വരികയാണ്. അവസാനമായി ചോദിക്കട്ടെ, ഈ റീഫ് എന്ന ഈ ഒരു സംഘടന
ഈ സസ്യവർഗത്തെ സംരക്ഷിക്കുന്നതിനായി ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ചെയ്യാനുള്ളതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി ദ്വീപ് ജനങ്ങളിൽ ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഏതൊരു സംരക്ഷണ പ്രവർത്തനവും അത് വളരെ വിജയകരമായി തീരുവാൻ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനാൽ തന്നെ ആദ്യപടി എന്നോണം അഗത്തിയിലുള്ള മത്സ്യത്തൊഴിലാളികളിൽ നമ്മൾ ബോധവൽക്കരണ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും അവരുടെ സജീവമായ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. അതുമൂലം നമ്മൾ ഏകദേശം 10-15 ഇൻഷുറൻസ് സൈറ്റുകൾ നമ്മൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട്. അതേപോലെ തന്നെ മറ്റു ദ്വീപുകളിലും ബോധവൽക്കരണ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തി വരുന്നു. ഇതിനു പുറമെ ആമകളുടെ, പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ തനത് ഭാഷയിൽ പറയുന്ന ഈ മിരികം എന്നിവയുടെ ഈ അമിത മേച്ചിലും, അതായത് ഓവർ ഗ്രേസിങ് തടയുന്നതിനായി കൂട് പോലുള്ള, അതായത് ഈ അഗത്തി കൽപ്പേനി ദ്വീപുകളിൽ എബോ ഗ്രൗണ്ട് കേജ് മെത്തേഡ് എന്ന് പറയുന്ന ചില കൂട് പോലുള്ള കൂടുകൾ നമ്മൾ സ്ഥാപിക്കുകയും അതിൻ്റെ ശാസ്ത്രീയമായ വളർച്ചയും അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ പുനരുൽപ്പാദനവും എക്കോസിസ്റ്റം മൾട്ടി ഫങ്ഷനാലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നു. ഇത്തരത്തിലുള്ള സൈറ്റുകളൊക്കെ നമ്മൾ ഇൻഷുറൻസ് സൈറ്റുകളായി മാറ്റിക്കൊണ്ട് ആ ഒരു നയവും നമ്മൾ പിന്തുടർന്ന് വരികയാണ്. ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു വെല്ലുവിളി വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ അശാസ്ത്രീയമായ തീരദേശ വികസന പദ്ധതികൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആയം കുറഞ്ഞുള്ള മേഖലകളിലുള്ള കടൽപ്പുള്ളുകളിൽ ഇത്തരത്തിലുള്ള തീരദേശ വികസന പദ്ധതികളിൽ വളരെ സാരമായി തന്നെ ബാധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് പരിഹാരമെന്നോണം നമ്മൾ സീഗ്രാസ് ഹോട്ട്സ്പോട്ടുകൾ സർവേയിലൂടെ കണ്ടെത്തുകയും അവ മാപ്പിംഗ് ചെയ്ത് വരികയും ചെയ്യുന്നു. ഇപ്പോൾ അഗത്തിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഗത്തി നമ്മളിത് പൂർണ്ണമായും ചെയ്ത് വിജയിക്കുകയും അത്തരത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത സ്പോട്ടുകൾ മാപ്പിൽ ഉൾപ്പെടുത്തി അത് റീഫിൻ്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ എല്ലാവർക്കും ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആന്ത്രോത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലും കൂടിയാണ്. ഇങ്ങനെ ഓരോ ഐലൻഡിലും നമ്മൾ സീഗ്രാസ് മേജറായിട്ട് നമുക്ക് ഇപ്പോൾ സീഗ്രാസ് കാണുന്ന എല്ലാ ഐലൻഡുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ റീഫ് നടത്തി വരികയാണ്. ഈ ഇത്തരത്തിലുള്ള നിർണായക മേഖലകൾ, അതായത് ഈ ക്രിട്ടിക്കൽ സോൺസ് നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ, അതായത് ഈ നാച്ചുറൽ ഹാബിറ്റാറ്റ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് വിജയകരമാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അവസാനമായി എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്? അവസാനമായി എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഭൂമിയിലുള്ള ഏതൊരു ജീവജാലത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കി പ്രായോഗികമായി പ്രവർത്തിച്ചാൽ വിദൂര ഭാവിയിൽ കടൽപ്പുല്ലുകളെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇത്രയും നേരം വിലപ്പെട്ട അറിവുകൾ പങ്കുവെച്ച ഹബീബ് റഹ്മാന് ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഒരുപാട് നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസ്റാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.